നമസ്കാരം. കനത്ത സുരക്ഷാ ഭീഷണികൾക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിയുന്നത് ബങ്കറിലാണ് എന്നതാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം. പ്രധാനമന്ത്രിയുടെ ഓഫീസിന് താഴെയുള്ള അതീവ സുരക്ഷാ സംവിധാനങ്ങളുള്ള ഭൂഗർഭ അറയിലാണ് അദ്ദേഹം ദൈനംദിന യോഗങ്ങളൊക്കെ തന്നെയും നടത്തിപ്പോരുന്നതെന്നും ഇതുൾപ്പെടെ ചേരുന്നതെന്നും ഇസ്രായേൽ മാധ്യമം തന്നെയായ അവിടുത്തെ ഒരു പ്രധാന ചാനലായ ചാനൽ 12 റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡ്രോൺ ആക്രമണ ഭീഷണികൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നടപടി ഇവർ പൂർത്തീകരിച്ചിരിക്കുന്നതെന്നാണ് ഇവർ തന്നെ പറയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ മുകളിലത്തെ നിലയിലുള്ള മുറിയിലാണ് സാധാരണ യോഗങ്ങൾ ചേരാറുള്ളത്. ഇതാണിപ്പോൾ ഭൂഗർഭ മുറിയിലേക്ക് മാറിയിരിക്കുന്നതെന്നാണ് ജെറുസലേം പോസ്റ്റും കൂടി റിപ്പോർട്ട് ചെയ്യുന്നത്. ഓഫീസിലുണ്ടാകുമ്പോൾ തന്നെ ഭൂരിഭാഗം സമയവും നെതന്യാഹു ഇവിടെ തന്നെയാണ് കഴിയുന്നതെന്നാണ് വിവരം. ഇവിടെ സുരക്ഷ കൂടുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സമയം ഒരേ സ്ഥലത്ത് കഴിയരുത് എന്നാണ് നെതന്യാഹുവിനോട് സുരക്ഷാ വിഭാഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പലയിടങ്ങളിലായി തന്നെ മാറി മാറി കഴിയാനും നിർദ്ദേശമുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ തന്നെയും പേടിച്ചു കഴിയേണ്ട ഒരവസ്ഥയാണ് നെതന്യാഹുവിന്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. എത്രയൊക്കെ ആളുകളുണ്ട് എന്ന് പറഞ്ഞാലും ആരൊക്കെ പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ജീവൻ രക്ഷിക്കാൻ അവനവന് സാധിച്ചില്ല എങ്കിൽ ഒരു പൊടി നിമിഷത്തെ കാര്യം മാത്രം മതി അതെല്ലാം തന്നെ തകിടം മറിയാൻ. സുരക്ഷാ ഭീഷണിയെ തുടർന്ന് മകൻ അവ്നറിന്റെ വിവാഹവും നീട്ടിവെക്കാൻ ആലോചിക്കുന്നുണ്ട്. ഇതേ കാര്യം ചൂണ്ടിക്കാട്ടി അഴിമതി കേസിൽ സത്യവാങ്മൂലം സമർപ്പിക്കാനുള്ള ദിവസം മാറ്റിവെക്കണമെന്ന ആവശ്യവുമായി അദ്ദേഹത്തിന്റെ അഭിഭാഷകർ തന്നെ കഴിഞ്ഞ ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു. ഒരു സംഘത്തോടെയായിരുന്നു ഈ അഭിഭാഷക സംഘം ജെറുസലേം ജില്ലാ കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നത്. യുദ്ധത്തിന്റെ തിരക്കിൽ നിയമവിഷയത്തിൽ തയ്യാറാകാനുള്ള സമയം കിട്ടിയില്ലെന്നും ഹർജിയിൽ വാദിക്കുന്നുണ്ട്. ഒക്ടോബർ 25-ന് ഇറാനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറിയിരുന്നു. ഇറാന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി മുന്നിൽ കണ്ടായിരുന്നു ഈ നീക്കം. ആക്രമണ സമയത്തെല്ലാം ഭൂഗർഭ അറയിലെ ബങ്കറുകളിലാണ് ഇരുവരും കഴിഞ്ഞതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. നേരത്തെ കഴിഞ്ഞ ഒക്ടോബർ ആദ്യപാദത്തിൽ ഇസ്രായേൽ തീര നഗരമായ സിസറിയയിലെ നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിൽ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. ഇതിനുശേഷം ഇസ്രായേൽ നഗരങ്ങൾ ലക്ഷ്യമിട്ട് ഡ്രോൺ റോക്കറ്റ് ആക്രമണങ്ങൾ തുടരുകയാണ്. ടെൽ അവീവിലെ സൈനിക താവളങ്ങളും പ്രധാന വിമാനത്താവളങ്ങളും ഉൾപ്പെടെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഹൂതി മിസൈൽ ആക്രമണവും നടന്നിരിക്കുന്നത്. ഏത് സമയവും ഇറാന്റെ പ്രത്യാക്രമണവും ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒക്ടോബർ 13-നായിരുന്നു സീസറിയയിലെ ഹിസ്ബുള്ളയുടെ അപ്രതീക്ഷിത ആക്രമണം ഉണ്ടായത്. ലബനാനിൽ നിന്ന് 70 കിലോമീറ്ററോളം സഞ്ചരിച്ചാണ് ഡ്രോണുകൾ നെതന്യാഹുവിന്റെ വസതിയിലേക്ക് എത്തിയത്. ഈ സമയത്ത് നഗരത്തിലെ അപായ സൈറണുകളെല്ലാം തന്നെ പ്രവർത്തനരഹിതമായിരുന്നു. നെതന്യാഹുവിന്റെ വസതി ആക്രമിക്കപ്പെട്ടെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് മണിക്കൂറുകൾക്കകം സ്ഥിരീകരിക്കുകയും ചെയ്തു. അടുത്തിടെ നെതന്യാഹുവിനെ ലക്ഷ്യമിട്ട് വീണ്ടും ആക്രമണം നടന്നതായി റിപ്പോർട്ടുണ്ടായിരുന്നു. വടക്കൻ ഇസ്രായേലിലെ മെറ്റൂലയിൽ നെതന്യാഹുവിന്റെ സന്ദർശനത്തിന് തൊട്ടു മുൻപ് ഡ്രോൺ ആക്രമണം നടക്കുകയായിരുന്നു. ഹിസ്ബുള്ള ആക്രമണം ശക്തമായ മേഖലയിലാണ് സംഭവം. ഇതേ തുടർന്ന് അദ്ദേഹം യാത്ര റദ്ദാക്കി മടങ്ങുകയും ചെയ്തു. സുരക്ഷാ ഭീഷണി ശക്തമാകുന്നതിനിടയിലാണ് പ്രധാനമന്ത്രിക്കായി ഇസ്രായേൽ സുരക്ഷാ വിഭാഗം പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയത്. നിലവിൽ സർക്കാർ യോഗങ്ങളെല്ലാം തന്നെ പലയിടങ്ങളിലാണ് നടക്കുന്നത്. നെതന്യാഹുവിനെ കാണാനെത്തുന്നവർ ഭൂഗർഭ അറയിലെ മുറിയിലാണ് കൂടിക്കാഴ്ച നടത്തുന്നത്. ലബനാനിൽ 40 പേർ കൊല്ലപ്പെട്ട പേജർ ആക്രമണത്തിന് ഉത്തരവിട്ടത് താനെന്ന് കഴിഞ്ഞ ദിവസം നെതന്യാഹു സമ്മതിച്ചതിനോടെ തന്നെയാണ് ഇതെല്ലാം ഇവിടെ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇപ്പോൾ തന്നെ എല്ലാവരും പറയുന്നത്. മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ ഉൾപ്പെടെ എതിർപ്പുകൾ അവഗണിച്ചായിരുന്നു അദ്ദേഹം ഈ തീരുമാനമെടുത്തത്. ഔദ്യോഗിക വക്താവ് ഒമർ ദോസ്ത്രിയാണ് വാർത്താ ഏജൻസിയായ AFP-യോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പേജർ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ ആണെന്ന് നേരത്തെ ആക്രമണത്തിന് പിന്നിലുള്ള കാര്യങ്ങൾ തന്നെ ഇവർ ഇസ്രായേൽ വാർത്താ ഏജൻസി വന്നിരുന്നുവെങ്കിലും സൈന്യം ഭരണകൂടമോ ഇതുവരെ ഔദ്യോഗികമായ ഉത്തരവാദിത്തം ഏറ്റിരുന്നില്ല. ഇതാദ്യമായാണ് നെതന്യാഹു തന്നെയാണ് ആക്രമണത്തിന് ഉത്തരവിട്ടതെന്ന തരത്തിൽ സ്ഥിരീകരണം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്.